നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. 55ാമത് സംസ്ഥാന ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മമ്മൂക്ക മികച്ച നടൻ, ഷംല ഹംസ മികച്ച നടി, ജൂറി പരാമർശം ലഭിച്ച ആസിഫ് അലിയും ടൊവിനോയും, അങ്ങനെ നീളുന്നു ആ നിരകൾ. അതിനിടയിൽ പറയാനുള്ളത് സ്വഭാവ നടന്മാരായിട്ടുള്ള രണ്ടുപേര്, സിദ്ധാർത്ഥും അതുപോലത്തെ സൗബിൻ, ഗാനരചയിതാവായിട്ട് വേടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ശരിക്കും ഈ ഒരു അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം, മമ്മൂക്ക ഒട്ടും അർഹനല്ല. ഒരു വിധത്തിലും മമ്മൂക്ക ഒരു തേങ്ങയും ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയകത്ത് ചെയ്തിട്ടില്ല. ഇവിടെ കുറെ ആൾക്കാര് ഈ ഒരു സിനിമ വന്നപ്പോൾ തുടങ്ങി കുറെ തള്ളിമറിച്ച് ഹിറ്റാക്കിയ ഒരു സിനിമയിലെ ഒരു സിനിമ അത്രയേ ഉള്ളൂ ഭ്രമയുഗം. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും തന്നെ ആ സിനിമയ്ക്കകത്തില്ല. അതില്ല എന്ന് മനസ്സിലാവണമെങ്കിൽ ആ സിനിമ ഒന്ന് കളറാക്കി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പോലും തിയേറ്ററിൽ ഉണ്ടാവില്ല ആ സിനിമ കാണാൻ. അതാണ് ആ സിനിമയുടെ ഒരു ഇത്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി നമുക്ക് അതുവരെ കാണാത്ത എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ഇതിൽ തോന്നിക്കുകയും എന്നാൽ അതിനകത്ത് ഒരു തേങ്ങയില്ല എന്നുള്ളത് മനസ്സിലായവർ മുണ്ടാതിരിക്കുകയും അല്ലാത്തവർ നമ്മൾ പറഞ്ഞു പോയല്ലോ, ഇനി അത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, പൈസയും പോയി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളുകളാണ്. മാത്രവുമല്ല, വളരെ എന്താണ് മമ്മൂക്ക അതിനകത്ത് കാണിക്കുന്നതെന്നും എന്താണ് അത് മമ്മൂട്ടി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നും ഒന്നും മനസ്സിലാവില്ല. ആ പടത്തിൽ തന്നെ മമ്മൂട്ടി ഒന്നും ചെയ്യുന്നില്ല. ആക്ടിങ് ആണെങ്കിൽ പോലും ഒരു മേക്ക് ഓവർ എന്നുള്ളതിന് ഉപരി മമ്മൂട്ടി ആ സിനിമയ്ക്കകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ആണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അവാർഡിന് പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമില്ല. പിന്നെ ഇവിടെയുള്ള ആളുകൾ കൂടുതലും ഈ ഒരു ഇത്തരത്തിലുള്ള ഈ അഥർവവേദത്തിലുള്ള ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഈ ഇത്രയും ചാത്തസേവ മറ്റുള്ള കാര്യങ്ങൾ, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ഒക്കെ എല്ലാവരും ഈക്വലായിട്ട് ചെയ്യുന്ന ഒരു ദുർമന്ത്രവാദമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരക്കാർക്കൊക്കെ ആ സിനിമ ഇഷ്ടപ്പെടും, അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറെ പേര് അത് പൊക്കിപ്പിടിച്ച് നടക്കുന്നു എന്നല്ലാതെ ആ സിനിമയ്ക്കകത്തൊന്നുമില്ല. മാത്രമല്ല, അതൊരു നല്ല പോസിറ്റീവ് വൈബ് നൽകുന്ന സിനിമയുമല്ല. ഒരു അവാർഡിനൊക്കെ പരിഗണിക്കുമ്പോൾ ഒരു ബേസിക് തത്വമുണ്ട് ഇതിനൊക്കെ. ഒരു കലയുടെ തത്വം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഈ കമ്മ്യൂണിസമായിട്ടുള്ള ആളുകൾക്കൊന്നും അത് ഒട്ടും തന്നെ അംഗീകരിക്കാനും കഴിയില്ല. എന്നതുകൊണ്ടാണ് ഈ ഒരു അവാർഡ് കൊടുത്തത് എന്നെനിക്ക് തോന്നുന്നത്. കാരണം ഒരു സർഗസൃഷ്ടി അവസാനിക്കേണ്ടത് ഒരു നല്ല മെസ്സേജ് നൽകിയിട്ട് തന്നെ ആയിരിക്കണം അതിന്റെ അന്ത്യം എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പോ എന്തായാലും മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുത്ത് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം. പക്ഷെ അപ്പുറത്ത് ആസിഫ് അലി എന്ന് പറയുന്ന വളരെ പിച്ച വെച്ച് വളരെ ചെറിയ രീതിയിൽ ഓരോ സ്റ്റെപ്പും കയറി വന്ന് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്ന ഒരു മികച്ച നടനാണ് ആസിഫ് അലി. എന്തുകൊണ്ടും പ്രാവശ്യത്തെ അവാർഡ് ആസിഫ് അലിക്ക് തന്നെ കിട്ടേണ്ടതായിരുന്നു, മമ്മൂട്ടിക്ക് കൊടുത്തു. എന്താ കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടി ഒരു സഖാവാണ്. മമ്മൂട്ടിയുടെ സ്വാധീനമുള്ള ആളുകളാണ് മന്ത്രിസഭയിൽ മൊത്തം ഇരിക്കുന്നത്. അപ്പൊ പിന്നെ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ ഇത് ഏറ്റവും വലിയ കാര്യം, മമ്മൂട്ടി സഖാവാണെന്ന് ആരും സമ്മതിക്കില്ല. മമ്മൂട്ടി സമ്മതിക്കില്ല, മമ്മൂട്ടിനെ ആരാധിക്കുന്നവർ സമ്മതിക്കില്ല, വേറെ കുറെ ആളുകളുണ്ട് അവര് സമ്മതിക്കില്ല. പക്ഷെ സത്യത്തില് മമ്മൂട്ടിയുടെ ബോഡി ലാംഗ്വേജും മമ്മൂട്ടിയുടെ സംസാരമൊക്കെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെതാണ്. അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ടാണ് അയാള് ഈ പറയുന്ന കൈരളിയുടെ ചെയർമാനായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് മമ്മൂട്ടി സഖാവല്ല എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ വിവരദോഷികളുണ്ട്. അപ്പൊ എന്തായാലും മമ്മൂട്ടി സഖാവായതുകൊണ്ട് മാത്രം മമ്മൂട്ടിക്ക് ഒരു അവാർഡ് കിട്ടിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കിട്ടേണ്ടത് ആസിഫ് അലിക്കായിരുന്നു, അത് കിട്ടിയില്ല. രണ്ടാമത്തെ കാര്യം, വേടൻ എന്ന് പറയുന്ന ഒരു പരനാറിക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോ ഈ കേരളത്തിലുള്ള എല്ലാ നാറി സഖാക്കളും വന്നിരുന്ന് യൂട്യൂബ് ചാനലിന്റെ മുന്നിലിരുന്ന് തെറിവിളി അഭിഷേകങ്ങളായിരുന്നു. ആ ചെറ്റകളൊന്നും ഇപ്പൊ കാണാനില്ല. വേടൻ അവാർഡ് കൊടുത്തു. ഇപ്പൊ എല്ലാത്തിന്റെ അണ്ണാക്കിൽ പഴാണെന്ന് തോന്നുന്നു, ആരും മിണ്ടണമെന്നില്ല. എന്ത് തേങ്ങയ്ക്കാണ് വേടൻ അവാർഡ് കൊടുത്തിട്ടുള്ളത്? അതും അയാളെ വ്യക്തിപരമായ കാര്യം വിട്ടോളൂ. അയാള് എന്താ പറയാ, വേറെ കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് വ്യക്തിപരമാണ്. അയാളുടെ ഇത് അങ്ങനെയല്ല എന്നാണല്ലോ പൊതുവെ കമ്മികളുടെ വാദം ഉണ്ടാവുക. അപ്പൊ ആ വാദത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കണം, ഇവിടെ എത്രയോ നല്ല വ്യക്തികൾ, റഹീമ എന്താണ് അഹമ്മദിനെ പോലെ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ കുറെ ഹരിനാരായണനെ പോലുള്ള ആളുകൾ, അങ്ങനെ ഒത്തിരി വിവരവും വിദ്യാഭ്യാസവും ജ്ഞാനവുമുള്ള ആളുകൾക്കാണ് ഈ എഴുത്ത് എന്ന് പറഞ്ഞ പരിപാടി, അല്ലെങ്കിൽ ഈ ഒരു ഗാനങ്ങൾ എഴുതുക എന്ന് പറഞ്ഞ പരിപാടി കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പൊ അവരൊന്നും ഒരു തേങ്ങയോ വല്ല ഒന്ന് പോടോ എന്നാണ് സജി ചെറിയാൻ ഈ അവാർഡിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ കള്ളും കഞ്ചാവിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ടീം മതി, നിങ്ങളിപ്പോൾ തൽക്കാലം അവിടെ ഇരുന്നോ എന്നുള്ളൊരു മൈൻഡിലാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചതും ഇത് സെലക്ട് ചെയ്തതും ആരാണ്? പ്രകാശ് രാജാണ്. ആരാണ് ഈ പ്രകാശ് രാജ്? അത് വലിയൊരു കമ്മിയാണ്. അയാള് ഇന്ത്യയിലെ തന്നെ വളരെ ധനികനായ ഒരു കമ്മിയാണ്. അയാൾ കുറെ സിനിമകൾ അഭിനയിക്കുന്നുണ്ട്.
അപ്പൊ അയാളെ കൊടു നിർത്തിയ കാര്യങ്ങൾ കുറച്ച് സെറ്റ് ആവുമെന്ന് കരുതിയിട്ട് അയാളെ ജൂറി ചെയർമാനാക്കി ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകളെ ആക്കിയതിന്റെ ഫലമാണ് ഇപ്പൊ ഫെമിനിച്ചി ഫാത്തിമയ്ക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. കാരണം ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ ആരും കണ്ടിട്ടില്ല, നടി ആരെന്ന് ആർക്ക് അറിയൂല. അതായത് ഉർവശി എന്ന് പറയുന്ന നടി ഒരിക്കൽ പറയുകയുണ്ടായി, ഞാനൊക്കെ അഭിനയിച്ച സിനിമ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമകളാണ്, ആരും കാണാത്ത സിനിമയ്ക്ക് എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല എന്ന്. അത് ഈ ഒരു സിനിമ വളരെ വ്യക്തമാക്കുന്നത്. ഈ സിനിമ ആരും കണ്ടിട്ടില്ല, പക്ഷെ അതിന് അവാർഡ് കിട്ടി. അത് ജൂറി മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ കുറെ ബുദ്ധിജീവികൾ മാത്രം കണ്ടാൽ മതി. അങ്ങനെയുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കുന്നു. അതും ഈ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണ് ഈ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ജനങ്ങൾ ഈ സിനിമ കാണണ്ട, ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള രീതിയിലാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിച്ചത്. ദുൽഖർ സൽമാനാണ്. അധികമൊന്നും സിനിമ തിയേറ്ററിൽ ഓടിയിട്ടില്ല. കുറെ അവാർഡുകൾ മുന്നേ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള കഥയാണ്. അതിന്റെ ഒട്ടുമിക്ക സീനുകളും ഞാൻ കണ്ടിട്ടുണ്ട്, മൊത്തമായിരുന്നു കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ സിനിമ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും അവര് ഷംല ഹംസ എന്ന് പറയുന്ന നടി നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കൂടുതലൊന്നും കടക്കുന്നില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗബിൻ ഷാഹിറിന് അവാർഡ് കൊടുത്തു. ഈ ആരാണ് ഈ സോയിബിൻ ഷാഹിർ എന്ന് പറയുന്ന നടൻ? ആരാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇയാള് മുമ്പ് വേറൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, ഒരു സിനിമ സുഡാഫി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞിട്ട്. ഈ അന്നത്തെ വർഷം എല്ലാ അവാർഡും ഈ സിനിമയ്ക്ക് തന്നെ, ഇയാൾ അഭിനയിച്ച സിനിമയ്ക്ക് തന്നെ. ഒരു സംഭവം ഇല്ലാത്തതില്ല. അതിൽ വന്നു പോയ ആൾക്കാർക്ക് ജൂനിയർ ആർട്ടിസ്റ്റിനടക്കം അവാർഡ് കൊടുത്ത വർഷമായിരുന്നു അത്. എത്ര അവാർഡുകൾ! അതുപോലെ ഇപ്പോ എന്നാള് ജയസൂര്യക്ക് അവാർഡ് കിട്ടും. അപ്പൊ അതിന്റെയും കൂടെ ഈ സൗബിനെ വെച്ച് കിട്ടിയിട്ട് അവാർഡ് കൊടുത്തു. ഇവിടെ സ്വഭാവ നടന് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിടിലൻ ആക്ടറാണ് സിദ്ധാർത്ഥ് ഭരത്. അയാൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഈ സോബിനെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അവാർഡ് കൊടുത്തു. എന്ത് തേങ്ങിക്കാൻ? ആരാണ് ഇയാൾ എന്ത് അഭിനയമാണ് അഭിനയിക്കുന്നത്? മച്ചാന്റെ മാലാക എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, അയാൾ എടുത്തിട്ട് അടിക്കാൻ തോന്നും. അമ്മാതിരി പെർഫോമൻസ് കാണിച്ച ഒരു മൊണ്ണയാണ് ഈ പറയണ ഈ സോബിൻ ഷാഹിർ. അയാൾക്കുണ്ട് സ്വഭാവ നടനുള്ള അവാർഡ് കൊടുത്തിട്ട്. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? ഈ ഇതുപോലത്തെ ഓരോ മൊണ്ണകൾക്ക് എല്ലാ വർഷവും അവാർഡ് കൊടുക്കുക, അതിനിവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. അതൊക്കെ ചിരിച്ച് ഹായ്. ഇതൊക്കെ ഏതെങ്കിലും ദേശീയ അവാർഡൊക്കെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് എന്താ പറയാ കലാപ സൃഷ്ടിക്കും ഈ അന്തം കമ്മികളായിട്ടുള്ള മൊണ്ണകള്. സോബിന് അവാർഡ് കിട്ടിയപ്പോ അണ്ണാക്കിൽ പഴാണ്, അതുപോലെ വേടന് അവാർഡ് കിട്ടിയപ്പോ അണ്ണാക്കിൽ പഴാണ്. ഈ പറഞ്ഞ ഫെമിനിച്ചിയിൽ അഭിനയിച്ച ഷംല ഹംസയ്ക്ക് അവാർഡ് കിട്ടിയപ്പോഴും പഴം തന്നെയാണ് കയറ്റി വെച്ചിട്ടുള്ളത്. കാരണം ദുൽഖർ ആണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പറയാൻ പാടുണ്ടാവില്ല. ഇതൊക്കെ ആരെങ്കിലും കണ്ട സിനിമകളാണോ? അല്ലെങ്കിൽ ഇവരുടെ മെറിറ്റ് എന്താണ്? ഈ പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയണ്ടേ? ഒക്കെ ഇവരങ്ങോട്ട് തീരുമാനിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ എത്ര ദിവസം നീട്ടി കൊണ്ടുപോയിട്ടാണ് ഈ പറഞ്ഞ അവാർഡ് പ്രഖ്യാപിച്ചത്. അതിന്റെ മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, മമ്മൂട്ടി ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കുവോ, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന പരിപാടിയിൽ മമ്മൂട്ടി പങ്കെടുക്കുവോ എന്നൊന്നും നമുക്ക് നോക്കണം. അതിനുശേഷം നമുക്കിത് പ്രഖ്യാപിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പിണറായി വിജയൻ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടോ? കാരണം മമ്മൂട്ടിയും കമലഹാസനും പരിപാടിക്ക് വരില്ല എന്ന് അവർ പറഞ്ഞു. അവർക്ക് ബുദ്ധിയുള്ള കാരണം മമ്മൂട്ടിനെ നമുക്കൊന്ന് ചാക്കിട്ട് നോക്കാം, വന്ന മച്ചാന് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ 31-ാം തീയതി പ്രഖ്യാപിക്കാതിരുന്നത് ഈ ദിവസം പ്രഖ്യാപിച്ചത്. എന്തായാലും മമ്മൂട്ടിയുടെ ഒരു സിനിമ കണ്ട് ആരാധന മൂത്ത് വട്ടായി നടന്നിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിനെയല്ല ഇവിടെ പറയുന്നത്, ഈ ഒരു സിസ്റ്റത്തിനെയാണ് പറയുന്നത്. അപ്പൊ മമ്മൂട്ടിയോട് ഇഷ്ടമുള്ളത് കൊണ്ടും ഇത്തരം സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തതാണ്. ഈ വർഷത്തെ അവാർഡിന് മമ്മൂട്ടി അർഹനല്ല 100%. കാരണം ഈ പറയുന്ന ബ്രഹ്മയുഗം ഒരു തേങ്ങയും ചെയ്തു വെച്ചിട്ടില്ല. കുറെ പേർക്ക് ഇതുമാതിരി ഈ ചാത്തസേവയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണ ലോട്ട് ഓഫ് മലയാളികൾ കേരളത്തിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒരു സംഭവം വലിയ സംഭവമാണെന്ന് പൊക്കി പിടിച്ച് നടക്കുകയാണ്. ഇതൊന്ന് എടുത്ത് ഒന്ന് കളർ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള മാറ്റി നന്നായിട്ട് ആ പ്രൊഫൈൽ എടുത്തൊന്ന് കളർ ചെയ്തിട്ട് സിനിമ ഇറക്കി കഴിഞ്ഞാൽ ഒരു കുട്ടി കാണില്ല, 100% ഒരു കുട്ടി കാണില്ല. അത്രയ്ക്ക് ഉളപ്പടാണിത്. അപ്പൊ ആ പടത്തിന് 50 കോടി നേടി 60 കോടി നേടിയൊക്കെ പറയണത് ദൈവത്തിന് നേടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. എന്തായാലും ബ്രഹ്മയുഗത്തിന് അവാർഡ് കൊടുത്തത് വളരെ മോശമായി പോയി. ആസിഫ് അലിനെ പക്ക തഴഞ്ഞു ഈ പറയുന്ന സജി ചെറിയാൻ. പിന്നീട് വരുന്ന കുറെ വിവാദങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹിജാബ് ധരിച്ച പെൺകുട്ടി മുസ്ലിങ്ങൾക്ക് കൂടുതൽ അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞ കുറെ ഹിന്ദു ഊളകളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ RSS അല്ല എന്ന് മനസ്സിലായില്ലേ, അവാർഡ് കൊടുത്തതൊക്കെ മുസ്ലിങ്ങൾക്കാണ് എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഊളത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വട്ടാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ അഭിനയിച്ച ആരും തന്നെ മോശക്കാരല്ല, അവരൊക്കെ തന്നെ കഴിവുള്ള ആളുകളാണ്. പക്ഷെ ആ
കഴിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേർതിരിച്ച് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്, അല്ലാതെ വർഗീയതയെ കുറിച്ചിട്ടല്ല. വർഗീയതയെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് ഊളകളുണ്ട് ഇവിടെ ഈ ഒരു കലയിലേക്ക് കയറി ഈ പറയുന്ന രാഷ്ട്രീയം കൊണ്ട് കൂട്ടിമറക്കുന്ന ആളുകൾ. പക്ഷെ അതല്ല സംസാരിച്ചത് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഏതായാലും അവാർഡ് കിട്ടിയ മമ്മൂക്ക ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുത്തത് ഒട്ടും തന്നെ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.